Preparation for Pentecost Day. സ്നേഹം നിറഞ്ഞവരെ, പ്രിപ്പറേഷൻ ഫോർ പെന്തക്കോസ്റ്റിലേക്ക് എല്ലാവരും കൂടി സ്വാഗതം ചെയ്യുന്നു. എസെക്കിയേൽ 36:27 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. ഇത് ദൈവം തിരഞ്ഞെടുത്ത ഒരു സമൂഹത്തെ ദൈവം കൊണ്ടുവന്ന് ശുദ്ധതലം തളിച്ച് അവരെ വിശുദ്ധീകരിച്ച് അവരുടെ എല്ലാ വിഗ്രഹ ആരാധനകളെയും മാറ്റിയെടുത്ത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ശിലാഹൃദയങ്ങളെ, അനുതാപമില്ലാത്ത ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ ആത്മാവിനെ അവരിലേക്ക് പ്രവേശിപ്പിച്ച് അവരിൽ വിശുദ്ധിയുള്ളവരാക്കുന്ന ഒരു പ്രക്രിയ ഈശോ അവിടെ നടത്തുകയാണ്, ദൈവം തമ്പുരാൻ നടത്തുകയാണ്. എസെക്കിയേൽ 36 മുതലുള്ള വചനങ്ങളിലൂടെ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ദൈവം തമ്പുരാൻ നസ്രായനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ പാപത്തെപ്പറ്റിയും അനുതാപത്തെപ്പറ്റിയും പശ്ചാത്താപത്തെപ്പറ്റിയും ഒക്കെ പഠിപ്പിക്കുമെന്നും. ഈ ഒരു ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ ദൈവം തൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇടുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇതൊരു ആത്മീയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. മനുഷ്യർ സ്വയം മാത്രം നയിക്കപ്പെടാതെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു ആഗ്രഹം മനുഷ്യർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പഴയ പാപകരമായ എല്ലാ സ്വഭാവം മാറ്റി ദൈവത്തിൻ്റെ വഴികൾ നടക്കാനുള്ള ഒരു ശക്തി ലഭിക്കുന്നു. ഇത് മനുഷ്യരുടെ ശ്രമം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടാകുമ്പോൾ മനസ്സും ചിന്തകളും പുതുക്കപ്പെടും, ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. ഈ വചനം നമ്മെ ഒരു പുതിയ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. കൂടുതൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമ്മെ മാറ്റി തൻ്റെ വഴിയിൽ ജീവിക്കാൻ സഹായിക്കുന്നു. സ്നേഹം നിറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശിലാഹൃദയമുണ്ടല്ലോ, ദേഷ്യം, കോപം, അനുതാപമില്ലായ്മ, ഇവയെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി അനുദപിക്കുവാനും പശ്ചാത്തപിക്കുവാനും തിരുത്തുവാനുമുള്ള ഒരു ഹൃദയം നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കി തരികയാണ്. ഇപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, ഒരു ആവേശത്തിന് നമ്മൾ തെറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ആ തെറ്റുകളെക്കുറിച്ച് ബോധ്യമാകുമ്പോൾ ക്ഷമ ചോദിക്കുവാനും അനുദപിക്കുവാനും നമ്മൾ ഉള്ളിൽ പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോ തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.